ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. അത് നമ്മൾ വർക്കിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ ഫ്രണ്ട് ഡിസ്ക് കംപ്ലയിൻറ്റ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. നമ്മൾ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ് കേട്ടോ. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കേട്ടോ, ബാറ്ററി 9.67 വോൾട്ടേ ഉള്ളൂ. 9.67 മിനിമം നമുക്കൊരു 12 വോൾട്ടേജ് കാണിക്കാം. 10 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഹെഡ്ലൈറ്റിനും പവറില്ലാത്തത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ആവണമെങ്കിൽ നമുക്കതിൻ്റെ ബാറ്ററി മാറ്റണം. അതേപോലെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് ഇല്ല പറയണം. അത് ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ സ്പീഡോമീറ്റർ ഒന്ന് മാറ്റിയിട്ട് കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ഒരു കംപ്ലയിൻറ്റ് വന്ന് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റാണ്. ഡിസ്ക് ആണോ ഇത് കിടക്കുന്നത്, ഇതിൽ പുതിയ ഡിസ്കിൻ്റെ പാഡാണ് കിടക്കുന്നത്. എന്നാലും പഴയ പാഡ് തേഞ്ഞ് തീർന്നിട്ട് മെറ്റലും അതിൻ്റെ പ്ലേറ്റും കൂടി കിടന്ന് പറഞ്ഞിട്ട് ഈ പ്ലേറ്റ് കണ്ടോ ഫുള്ളായിട്ട് പോയി. ഈ പ്ലേറ്റ് മാത്രം നമുക്ക് അതുപോലെ ഈ ഡിസ്കിൻ്റെ പ്ലേറ്റ് നമുക്കത് മാറ്റേണ്ടി വരും. പാഡ് നമുക്ക് തന്നെ ഇടാം, ഡിസ്കിൻ്റെ പ്ലേറ്റ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡിസ്കിൻ്റെ പ്ലേറ്റും അതുപോലെ ബാറ്ററി പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിള് അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ.